ഇവിടെ നമ്മൾ ദൈവവചനം പഠിച്ച് നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന വെട്ടി ഒരുക്കുന്ന ദിവസങ്ങളിലാണ്. വചനം നിത്യമായ നീർച്ചാലുകളാണ്. ഏതു തിരുവചനവും, എല്ലാ തിരുവചനങ്ങളും നീർച്ചാലുകളാണ്. നമ്മളൊരു പാടത്തിലേക്ക് നോക്കിയാൽ വയലുകൾക്ക് പ്രത്യേകമായ വിളവെടുപ്പ് കാലങ്ങളുണ്ട്. എന്നാൽ തിരുലിഖിതത്തിന് നിലയ്ക്കാത്ത രക്ഷാകര പ്രവാഹം നൽകുന്ന തിരുവചനത്തിന് പ്രത്യേകമായ വ്യാഖ്യാന കാലഘട്ടങ്ങളൊന്നും തന്നെയില്ല. കൊയ്ത്ത് കഴിഞ്ഞാൽ പാടങ്ങൾ ആലസ്യത്തിലാണ്, നിശ്ചലമായി കിടക്കുകയാണ്. വിളവെടുപ്പ് കഴിഞ്ഞാൽ മുന്തിരിവള്ളികൾ, മുന്തിരിത്തണ്ടുകൾ നിർജീവമായി മരവിച്ച് കിടക്കുകയാണ്. എന്നാൽ തിരുരഹിതത്തിൽ നിന്ന് അനുദിനം വിളവ് ശേഖരിക്കാം. അനുദിനം വിളവ് ശേഖരിക്കാം. അതിൻ്റെ വ്യാഖ്യാനങ്ങളുടെ വത്സരങ്ങൾ അവസാനിക്കുന്നില്ല. എല്ലാ നാളുകളിലും വചനത്തിൽ നിന്ന് നമുക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും തീരാത്ത ചിന്തകളാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ തിരുവചനത്തിനും 70 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെങ്കിലും ഉണ്ടാകാം. സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരിക്കലൊരു വചനത്തെക്കുറിച്ച് പ്രസംഗം കേട്ടു, പിന്നെ അതുതന്നെ ആയിരിക്കും, പിന്നെ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അനേക വിധത്തിലുള്ള തിരുവചന വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഇന്നലെ വട്ടായിയച്ഛന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ പഠിപ്പിച്ച് നമ്മളോട് പറഞ്ഞു. ലാസർ കേണപേക്ഷിച്ചു, എൻ്റെ സഹോദരങ്ങളെ എങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം. അപ്പോൾ നൽകപ്പെട്ട ഉത്തരം അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, മോശയുടെ പുസ്തകങ്ങൾ 5 എണ്ണമുണ്ടല്ലോ, പ്രവാചക ഗ്രന്ഥങ്ങളുണ്ടല്ലോ, സങ്കീർത്തനങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മരിച്ച ഒരാൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്? തിരുവചനത്തിൽ നിന്ന് പാനം ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാകൂ എന്ന് അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിച്ച് സ്വർഗത്തിലെത്താൻ മനസ്സില്ലാത്തവർ വരണ്ട എന്ന് തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. മരിച്ച ഒരാളിനെ നമ്മളുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ട് അയാൾ കുറേ കോലാഹലങ്ങൾ ഉണ്ടാക്കി, ചിലപ്പോഴെല്ലാം നമ്മൾ അത്തരം ചിന്താഗതികൾ കാണുന്നുണ്ടല്ലോ. മരിച്ച ആത്മാക്കൾ തിരിച്ചു വരുന്നു. അപ്രകാരമുള്ള തെറ്റായ പ്രബോധനങ്ങൾ നടത്തിയല്ല നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്. നമ്മൾ ദൈവവചനം വായിച്ച് പഠിച്ച് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിലായിക്കഴിഞ്ഞു. നമ്മളതിൻ്റെ ഒരു മുന്നാസ്വാദനത്തിൽ ആയിക്കഴിഞ്ഞു. എമ്മാവൂസുകാരോടും കർത്താവ് എടുത്ത ഒരു സമീപനം അതായിരുന്നല്ലോ. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാണ്ട് വന്നപ്പോൾ അവൻ തന്നെ ദൈവവചനം വ്യാഖ്യാനിച്ചു. അപ്പോൾ അവർക്ക് തൃപ്തിയായി. അവൻ തന്നെ, ഈശോ തന്നെ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വിശ്വഖ്യാതി കേട്ട തിരുവഴുത്തിൻ്റെ ആ സുവിശേഷ ഭാഗമാണ്. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. നമ്മെ പീഡിപ്പിക്കുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ അകാരണമായി കുറ്റം പറയുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അത് നമുക്കത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ അടിത്തറയായിട്ട് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ചെയ്യുന്ന ചിരി, പുഞ്ചിരി, ചിരിക്കുക, സന്തോഷിക്കുക,
പുഞ്ചിരിക്കുക എന്നുള്ള ആ കാര്യത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഇബ്രാഹത്തിനും സാറായിക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവിടെ നടന്ന കാര്യം, ഉള്ളിൽ ചിരിച്ചുകൊണ്ട് സാറാ പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്ക് എങ്ങനെ സന്താനഭാഗ്യം ഉണ്ടാകും? ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഒരൊറ്റ ചിരിയാണ് സാറ അപ്പോൾ നടത്തിയത്. അത് വെറുതെ നമ്മൾ സാധാരണ പറയുന്നൊരു ചിരിയല്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരുതരം വെടുങ്കി ചിരിയുണ്ടല്ലോ, അതല്ല. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് സാറ പറഞ്ഞു, ഇത് അസാധ്യമാണല്ലോ. സാറ മാത്രമല്ല, അബ്രാഹത്തിൻ്റെ വാക്കുകളും നമുക്ക് വളരെ ഇമ്പകരമായിട്ട് തോന്നും. ഉൽപ്പത്തി 17:17 അപ്പോൾ അബ്രാഹം നിലത്ത് കമഴ്ന്നു കിടന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വയസ്സ് 100 പിന്നെ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഭാര്യയും ഭർത്താവും 2 ചിരികൾ അവിടെ നടത്തുകയാണ്. സാറ ഉള്ളിൽ നിന്ന് ചിരിച്ചു, അബ്രാഹം നിലത്ത് കമഴ്ന്നു കിടന്ന് പൊട്ടിച്ചിരിച്ചു. 100 വയസ്സായ വാർദ്ധക്യത്തിലെത്തിയ വന്ധ്യതയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇത് എളുപ്പമല്ല. അതുകൊണ്ടാണ് അവർ ചിരിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. അവർക്ക് നല്ല കുഞ്ഞിനെ നൽകി, അപ്പനേക്കാൾ വലിയ മകനെ നൽകി. രക്ഷാകര ചരിത്രത്തിൽ ഈശോ അബ്രാഹത്തിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്നുവെന്ന് സാധാരണ ആരും പറയാറില്ല. ഈശോ നിൽക്കുന്നത് മകനായ ഇസഹാക്കിൻ്റെ, ഐസക്കിൻ്റെ തുടർച്ചയിലാണ്. ഈശോയുടെ മുൻകുറിയായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ദൈവം അവർക്ക് നൽകിയത്. കർത്താവ് വരുന്നത് ഇസഹാക്കിൻ്റെ ക്രമപ്രകാരമാണ്. ഉൽപ്പത്തി 21:6 സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകി കഴിഞ്ഞു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി സന്തോഷിക്കും. നോക്കി, എനിക്ക് സന്തോഷിക്കാൻ വക നൽകിക്കഴിഞ്ഞു. കേൾക്കുന്നവരെല്ലാം ചിരിക്കും, സന്തോഷിക്കും, ആനന്ദിച്ച് ആഹ്ലാദിക്കും. ലൗദാത്തേത്ത് എക്സുൾത്താത്തെ എന്ന് ആ വലിയ പ്രബോധന ഗ്രന്ഥത്തിൻ്റെ അടിത്തറയും അതാണ്. എല്ലാവരെയും ചിരിപ്പിക്കാൻ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ. അങ്ങനെ ഈ മാതാപിതാക്കൾ അവരുടെ ചിരിക്ക് അടിസ്ഥാനപരമായ അർത്ഥം കണ്ടെത്തി. അതുകൊണ്ടും തീർന്നില്ല. അവരുടെ മകന് പേരിട്ടപ്പോഴോ ഐസക്ക് ഇസഹാക്ക് എന്ന് പേര് കൊടുത്തു. എത്ര നല്ല പേരാണ്! ആ വാക്യൻ്റെ അർത്ഥം എന്താണ്? ചിരി എന്ന് തന്നെയാണ്. ഹി വിൽ ലാഫ്. ലാഫ്റ്റർ എന്നാണ് ആൺകുട്ടി ഉണ്ടായപ്പോൾ ഒരു പേര് കൊടുത്തത്. പൊട്ടിച്ചിരി. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, പൊട്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുഞ്ചിരി ലോകത്തിന് നൽകുന്ന ആളുകളുണ്ട്. സാറ ഉള്ളിൽ നിന്ന് ചിരിച്ചു, അബ്രാഹം നിലത്ത് കമഴ്ന്നു കിടന്ന് ചിരിച്ചു. എല്ലാവർക്കും ചിരിക്കാനായിട്ട് ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിൻ്റെ പേരും ചിരി എന്ന് തന്നെയാണ്, ലാഫ്റ്റർ. എല്ലാവർക്കും ചിരി. എന്തു വലിയ സന്തോഷമാണ്! അവിടം കൊണ്ടും കഥ തീരുന്നില്ലല്ലോ. കഥ ആഴമായ ദുഃഖങ്ങളിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവരികയാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഈ മകനെ ബലി ആയിട്ട് തരണം, ബലിയർപ്പിക്കണം. എത്രയോ വലിയ പ്രയാസമാണ്. അബ്രാഹം ഒന്നും തടസ്സം പറയുന്നില്ല. നമുക്കൊരു പാഠം അവിടെ കിടപ്പുണ്ട്. നമ്മളുടെ മനസ്സുകളുടെ ഇസഹാക്കുമാരെ ബലിയായി അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണോ? അതാണ് ചോദ്യം. നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഇസഹാക്കുമാരുണ്ട്. ഇസഹാക്കിനെ പോലെ പൊന്നുപോലെ നമ്മൾ കരുതുന്ന മക്കളുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതിനെ ബലി കഴിക്കുവാൻ നമ്മൾ തയ്യാറാണോ? അബ്രാഹാം തയ്യാറായി. അബ്രാഹാം ഈ ചെറുക്കനെ
കൂട്ടി വർത്തമാനമൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. കാര്യമൊന്നും പറയുന്നില്ല. പണ്ട് ലത്തീൻ സഭയിൽ, നമ്മളുടെ സഭയിലും ഉണ്ടായിരുന്നു, പെസഹ കാലത്ത് ഈസ്റ്ററിന് എല്ലാ അച്ഛന്മാരും ഒരു തമാശ പറയണം എന്ന് നിർബന്ധമായിരുന്നു. എല്ലാ അച്ഛന്മാരും ഒരു കഥ പറയണം. അങ്ങനെ കഥ പറഞ്ഞ് എല്ലാം പൊട്ടക്കഥകളായപ്പോഴാണ് പിന്നീട് ആ കാര്യം നിർത്തലാക്കിയത്. അത് വലിയൊരു പാരമ്പര്യമായിരുന്നു. റീസോസ് പാസ്കാലിസ് എന്നാണ് അറിയപ്പെട്ടത് തന്നെ. ഈസ്റ്റർ ജോക്ക്, ഈസ്റ്റർ ലാഫ്റ്റർ. റീസൂസ് തമാശ, ചിരിക്കാനുള്ള വർത്തമാനം. പസ്കാലിസ് ഈസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ. ഇവിടെ ഒരു ഈസ്റ്റർ നടക്കുകയാണ്, ഒരു ബലിയർപ്പണം നടക്കുകയാണ്. വിറകം ചുമന്ന് ആ ചെറുപ്പക്കാരൻ മകനെയും കൂട്ടി മൊറിയാമലയുടെ മുകളിലേക്ക് പോകുമ്പോഴെല്ലാം അടുക്കാറായപ്പോൾ ഈ മകൻ ചോദിച്ചു, വിറക് മാത്രമേ ഉള്ളല്ലോ, ആട് എവിടെയാണ്, ബലിമൃഗം എവിടെയാണ്? അതിനെല്ലാം സാധിക്കുന്ന വിധത്തിലുള്ള തട്ടുത്തരങ്ങളെല്ലാം പറഞ്ഞ് മുകളിൽ കൊണ്ടുപോയി. മൊറിയായുടെ മുകളിലെത്തി ബലിപീഠമുണ്ടാക്കി അതിൽ ഇസഹാക്കിനെ കെട്ടി വരിഞ്ഞ് നിർത്തി അപ്പൻ കത്തിയും എടുത്ത് നിൽക്കുകയാണ്. അതാണ് ബലിപീഠം. അത് നമുക്ക് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റുകയില്ല. യഹൂദ പാരമ്പര്യം പറയാറുണ്ട്, ആ അവസരത്തിൽ ഇസഹാക്ക് വലിയ ഒരു നിലവിളി നടത്തി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് അബ്രാഹത്തിനെയും ഇസഹാക്കിനെയും നോക്കി എന്നാണ് യഹൂദ പാരമ്പര്യം. ക്രൈസ്തവ പാരമ്പര്യവും വളരെ വ്യത്യസ്തമായ ഒന്നല്ലല്ലോ. വരിഞ്ഞ് കെട്ടപ്പെട്ടവരായിട്ട് നമ്മളിൽ ഒരുപാട് പേര് കാണും. പാപം വഴിയായിരിക്കാം, ആക്ഷേപങ്ങൾ വഴിയായിരിക്കാം, സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ പീഡനങ്ങൾ വഴിയായിരിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു അവിടെയെല്ലാം നമ്മൾ ആഹ്ലാദിക്കണം. ഇവിടെയും സംഭവിച്ചത് അതാണല്ലോ. അമ്മ ചിരിച്ചു, അപ്പൻ പൊട്ടിച്ചിരിച്ചു, കുഞ്ഞുണ്ടായപ്പോൾ എല്ലാവരും ചിരിച്ചു, കുട്ടിയുടെ പേര് ചിരി എന്നായി. ഇവിടെ ലോകം മുഴുവൻ ചിരിക്കുകയാണ്. മരിക്കാനായിട്ട് ഒരൊറ്റ നിമിഷം കൂടിയേ ഉള്ളൂ. ഒരൊറ്റ വെട്ടിന് ഒരാടിനെ വെട്ടുന്നത് പോലെ കാര്യം തീരുമായിരുന്നു. പക്ഷേ ദൈവം അത് സമ്മതിച്ചില്ല. അപ്പോഴാണ് ലോകം മുഴുവൻ ചിരിക്കുന്നത്, ലോകം മുഴുവൻ സന്തോഷിക്കുന്നത്. ആ തിരുവചനത്തിൻ്റെ അന്തരാർത്ഥം അതാണല്ലോ. ആ ചിരിയുടെ ദൈവശാസ്ത്രം നമ്മൾ നോക്കുമ്പോൾ ലോകം മുഴുവനും ചിരിച്ചത് ആ ഒറ്റ ടേണിംഗ് പോയിന്റിലാണ്. കത്തി തൊട്ടിരുന്നുവെങ്കിൽ കഥ എവിടെ തീരുമായിരുന്നു. പിന്നീടുള്ള കഥകൾ നമുക്കറിയാം. മുട്ടാടിനെ കണ്ടു, ബലിയർപ്പിച്ചു. യഹൂദ ബലിയർപ്പണത്തിൻ്റെ അടിസ്ഥാനം അവിടെ തുടങ്ങുകയാണ്. ടെമ്പിൾ വർഷിപ്പ് അതാണ്. എല്ലാ പെസഹായിലും ആടുകളെ കൊല്ലും, ബലിയർപ്പിക്കും. പക്ഷേ ആ മുട്ടാട് ഈശോയുടെ പ്രതിനിധിയാണ്. ഹീ വിൽ പ്രൊവൈഡ്, ദൈവം നമുക്ക് നൽകും എന്ന് അബ്രാഹാം പറഞ്ഞതിൻ്റെ പൂർണ്ണമായ ഒരർത്ഥം നമ്മൾ കാണുന്നത് പിന്നീടാണ്. ലോകത്തിന് മുഴുവനും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഈശോയുടെ ജനനത്തിലും മരണോത്ഥാനത്തിലുമാണ് നമ്മൾ ഈ തിരുവചനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകം 5:6 നമ്മൾ വായിക്കുന്നു, അപ്പോൾ സിംഹാസനത്തിൻ്റെ 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത്ര വലിയ ആഴമായ തിരുവചനമാണ്. കൊല്ലപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വെളിപാട് ഗ്രന്ഥകർത്താവ് കാണുകയാണ്. കൊല്ലപ്പെട്ട ഒരാടും ഒരു മനുഷ്യനും നിൽക്കുകയില്ല. തോന്നും, ദൈവമേ മരിച്ചു പോയല്ലോ, കൊല്ലപ്പെട്ടല്ലോ, കൊല്ലപ്പെട്ടതായിട്ട് തോന്നും. പക്ഷേ കൊല്ലപ്പെട്ട് മരണപ്പെട്ട പ്രത്യക്ഷനാകുന്നില്ല. അതാണ് ഈശോയിൽ സാർത്ഥകമായ തിരുവചനം. ആ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്
പാപത്തിൻ്റെ കെണിയിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി വരാനിരുന്ന കർത്താവിൻ്റെ ഈശോയുടെ പ്രതിനിധിയാണ്, മുൻകുറിയാണ്. അതുകൊണ്ട് ചിരി അടിസ്ഥാനപരമായിട്ട് ദൈവശാസ്ത്രപരമായ ഒരു കാര്യമാണ്, വേദപുസ്തക അടിത്തറയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, മനഃശാസ്ത്രപരമായ ഒരു കാര്യവുമാണ്. ആ ഇസഹാക്ക് എന്തുമാത്രം പേടിച്ച് വിറച്ച് ചിരിക്കുട്ടൻ എന്ന പേരോടുകൂടി അറിയപ്പെട്ട ആ കുട്ടി എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചു. പക്ഷേ ആ ടെൻഷനിൽ നിന്ന് ലോകം മുഴുവൻ പിന്നീട് സന്തോഷിക്കുന്ന ആ കൊല അവിടെ നടക്കാതെ പോയപ്പോൾ ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ്. പിന്നീട് ഈശോ വന്ന് അതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് പാപമോചനത്തിനായിട്ടുള്ള, പാപപൂർത്തിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകി. ചിരിക്കാൻ മറക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വൈദ്യശാസ്ത്രത്തിൽ പറയാറുണ്ട്, ഒറ്റ ചിരി 1001 അസുഖങ്ങൾ മാറ്റിയെടുക്കുമെന്ന്. 1001 രോഗങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ഒരു പുഞ്ചിരി മതി. ഭാര്യ ഭർത്താവിൻ്റെ നേർക്ക് ഒന്ന് ചിരിച്ചാൽ മതി. മക്കൾ അപ്പൻ്റെ നേർക്ക് സന്തോഷത്തോടെ ഒന്ന് നല്ലൊരു മുഖം കാണിച്ചാൽ മതി. വല്യപ്പനോടൊരു വാക്ക് മിണ്ടിയാൽ മതി. വല്യമ്മയെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മതി. അതാണ്, അത് നമ്മൾ പലപ്പോഴും ചെയ്യല. അവിടെയാണ് നമുക്കിതിൻ്റെ കുടുംബപരമായ ആവശ്യകത. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് ഈ ചിരിയാണ്, മൗലികമായിട്ടുള്ള ഈ സംതൃപ്തിയാണ്, ഈ സന്തോഷമാണ്. ഈശോ ചിരിച്ചതായിട്ട് ഒരിക്കലും നമ്മൾ വായിക്കുന്നില്ല. കരയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, മുനിയെപ്പോലെ മൗനം ദീക്ഷിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട് പലപ്പോഴും. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈശോ ഒരിക്കലും ചിരിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം ഈശോയാണ്. ചിരിക്ക് അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന ആനന്ദം. അതാണ് ഫ്രാൻസിസ് പിതാവ് ആ തിരുവചനം തിരുവെഴുത്തിൻ്റെ ശീർഷകമാക്കിയത്. ആനന്ദിച്ച് ആഹ്ലാദിക്കണം. നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചനം അതാണല്ലോ. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഒരു പുഞ്ചിരിക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. മദർ തെരേസ അതെല്ലാം ജീവിതം വഴി പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ്. ചിരിക്കാൻ മറക്കുമ്പോഴാണ് കുടുംബങ്ങളിൽ നരകം ആരംഭിക്കുന്നത് എന്ന് വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ കുടുംബങ്ങളിൽ സ്നേഹം, ചിരി, വർത്തമാനം, ഒന്നിച്ചുള്ള ഭക്ഷണം, ഒന്നിച്ചുള്ള പ്രാർത്ഥന, അതൊന്നും കുറഞ്ഞു പോകരുത്. പാലായുടെ ഐഡൻറ്റിറ്റി, മീനച്ചിൽ താലൂക്കിൻ്റെ ഐഡൻറ്റിറ്റി ഇത്തരം കുടുംബങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ്, ഈ മാതാപിതാക്കളാണ്. നിങ്ങളുടെ അനശ്വരമായ ആ മൂല്യങ്ങൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. മംദാന ജനിച്ചപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, അവൻ വലിയവനായിരിക്കും, കാരണം അവൻ കള്ളു കുടിക്കുകയില്ല. കള്ളു കുടിച്ചു നടക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ വലിയവനെന്ന് ആരെങ്കിലും വിളിക്കുമോ? അവൻ വലിയവനായിരിക്കും, കാരണം അവൻ കള്ളു കുടിക്കുകയില്ല. ഉടനെ പറയുന്ന ന്യായം അതാണ്. മദ്യപിക്കുകയില്ല, വീഞ്ഞു കുടിക്കുകയില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല. പിന്നീട് വലിയൊരു ദൗത്യമാണ് ഏൽപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കുക. എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ക്ലേശിക്കുന്ന കുടുംബങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ ഒത്തിരിയുണ്ട്. ക്ലേശകരമായൊരു ദൗത്യമാണ്. കുടുംബത്തിൽ ചിരി വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ ഈ പറഞ്ഞ വായന മക്കളിലേക്ക് മാതാപിതാക്കളുടെ ഹൃദയം പകർത്തുന്ന ആ സുവിശേഷവൽക്കരണമാണ് കുടുംബ സുവിശേഷവൽക്കരണം. അതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് കുടുംബവിശേഷങ്ങൾ പറയുകയും എല്ലാം ചെയ്യണം. പ്രാർത്ഥനയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധനായ അഗസ്തീനോസ് പറഞ്ഞല്ലോ, സാൾത്തേറിയും മേവും
ഗൗതിയും മേവും. എൻ്റെ സന്തോഷം, എൻ്റെ ഗൗതിയും, എൻ്റെ ചിരി, എൻ്റെ സങ്കീർത്തനങ്ങളാണ്. സൽത്തേറിയും മേവും എൻ്റെ സങ്കീർത്തനങ്ങളാണ് എൻ്റെ ചിരിക്ക്, എൻ്റെ സന്തോഷത്തിന് കാരണം. അതുകൊണ്ട് നമ്മൾ ഈ ബൈബിൾ കൺവെൻഷനിൽ നമ്മളുടെ കുടുംബങ്ങളെക്കുറിച്ച് വിനോയർച്ചൻ പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു. അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിന്തകളും അത്തരത്തിലാണ്. നമ്മളുടെ രൂപതയിലും ഫാമിലി അപ്പോസ്റ്റലേറ്റും കുടുംബ കൂട്ടായ്മകളും ജീസസ് യൂത്തും എല്ലാം വഴി കുടുംബങ്ങളിൽ വലിയ നവീകരണം ഉണ്ടാകുന്നുണ്ട്. ജീസസ് യൂത്തിൻ്റെ വലിയ മെഗാ ഗെറ്റ് ടുഗദർ ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞ് നടത്തുകയാണല്ലോ. എല്ലാവരെയും ഇതിലേക്ക് പറഞ്ഞയക്കണം. 6000-ലധികം യൂത്താണ് ഇവിടെ വരുന്നത്. എന്തു വലിയ ഒരു കൂടിവരവാണത്. അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറാകണം. എത്രയോ അവസരത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാതെ വിട്ടുകളഞ്ഞു. നമ്മൾ സ്വർഗീയമായ ഗീതങ്ങളുടെ അന്തരാർത്ഥം മനസ്സിലാക്കാതെ വിട്ടുകളഞ്ഞു. പാഴായിപ്പോയ എത്രയോ ക്രിസ്മസുകൾ നമുക്കുണ്ട്. മദ്യപിച്ചും വഴക്കുണ്ടാക്കിയും വർത്തമാനം പറയാണ്ടും ഭക്ഷണം കഴിക്കാണ്ടും അങ്ങനെയെല്ലാം പോകുന്ന ക്രിസ്മസുകളുണ്ട്. ഈ ക്രിസ്മസ് അങ്ങനെയൊന്നുമായിരിക്കരുത്. നമുക്ക് സന്തോഷത്തിൻ്റെ, സംസാരത്തിൻ്റെ, പൊട്ടിച്ചിരിയുടെ, പുഞ്ചിരിയുടെ എല്ലാം ഒരു ദിവസമായിരിക്കണം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആ തിരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളുടെ ചിരി, ചിരിക്കുട്ടനായിട്ട് പേരെടുത്ത ഐസക്ക്, ലോകം മുഴുവനും സന്തോഷം നൽകിയ ആ ടേണിംഗ് പോയിൻ്റ്, ഇപ്പം മരിക്കും, എല്ലാവരും കരയും എന്ന് നോക്കിയിരുന്നപ്പോഴാണ് ദൈവം ഇടപെട്ട് അതിന് പരിഹാരം നൽകുന്നത്. ആ പരിഹാരത്തിൻ്റെ പങ്കാളികളാണ് നാം ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നിരന്തരമായിട്ട് തിരുവചനം പഠിക്കാം. നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസത്തിലേക്ക് എത്തുകയാണ്. വലിയ സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, ഒന്നിച്ചു ചേരലിൻ്റെ ദിവസമാണ്. നമ്മൾ നോമ്പ് നോറ്റ് മാംസവും മത്സ്യവും എല്ലാം ഉപേക്ഷിച്ച് തിരുപ്പിറവിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അന്ന് നമുക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ അതിന് ബുദ്ധിമുട്ടുന്നവർ, അയൽപക്കക്കാർ സഹായിക്കണം. ക്രിസ്മസിന് ആളുകൾ വീട്ടിൽ വരും, മക്കൾ വരും, കെട്ടിച്ചു വിട്ട മറ്റു ആളുകൾ കാണും, സന്ദർശകർ കാണും. നമ്മൾ നോമ്പ് നോറ്റ് ഒരു ക്രിസ്മസ് ഈശോയുടെ പിറവി സന്തോഷമായിട്ട് നമുക്കുണ്ടാകണം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗങ്ങൾ വഴി വലയുന്നവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തികമായ കാര്യത്തിൽ വളരെയേറെ വിഷമിക്കുന്നവരൊക്കെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. നമുക്കതെല്ലാം അറിയാം. അതിനെല്ലാം നമ്മൾ പരിഹാരം കാണണം. ഈശോ പറഞ്ഞ കാര്യമാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതാണ് കർത്താവ് നൽകിയ പരിഹാരം. നമ്മൾ ഉള്ളത് പങ്കുവയ്ക്കണം, കൊടുക്കണം, മുറിക്കണം, കൈ തുറന്ന് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്.